കട്ട്ലേറ്റ് ഏതാന്ന് വെച്ചാൽ ചീസ് സ്റ്റഫ്ഡ് പൊട്ടാറ്റോ കട്ട്ലേറ്റ്സ്. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മൾ അരിയുന്ന പിടിക്കുന്ന അങ്ങനെ ഒന്നുമില്ല, പക്ഷെ ഉരുളക്കിഴങ്ങ് വേണം. ഉരുളക്കിഴങ്ങ് ഇല്ലാതെ പറ്റത്തില്ല. നമ്മുടെ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പിയുടെ പേര് തന്നെ നമ്മൾ പൊട്ടാറ്റോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പൊട്ടാറ്റോ വേണം. ഒത്തിരി കാര്യങ്ങളൊന്നും ഇല്ലാതെ ഈ കട്ട്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കണം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞാൽ ഒക്കത്തില്ലല്ലോ. അത് എന്നാക്ക് വേണ്ടതെന്നുള്ളത് കാണിച്ചു തന്നാലല്ലേ ഒക്കത്തുള്ളൂ. അപ്പോൾ എന്നാക്ക വേണ്ടതെന്ന് പറഞ്ഞുതരാം. ഇതിപ്പോൾ ഞാൻ ഒരു 4 ഉരുളക്കിഴങ്ങ് എടുത്തേക്കുന്നത്, അത് പുഴുങ്ങി വെച്ചേക്കുക. പിന്നെ വേണ്ടിയത് കുറച്ച് മല്ലിയില, പിന്നെ കുറച്ച് കോൺഫ്ലവർ, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ വേണ്ടിയത് കുറച്ച് ബ്രെഡ് ക്രംസ്, പിന്നെ ഇച്ചിരി ചീസ് വേണം, പിന്നെ വേണ്ടിയത് കുറച്ച് ഒറിഗാനോ. ചീസും ഒറിഗാനോയും നല്ല കോമ്പിനേഷനാണ്, പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. കാര്യം ഫോർ എക്സാമ്പിൾ ഞാൻ പറയുവാന്നേൽ പിസ്സയിലൊക്കെ ബേസായിട്ട് അത് തന്നെയല്ലേ ചേരുന്നത്. അന്നേരം പിന്നെ ചീസും ഒറിഗാനോയും കൂടെ നല്ല കോമ്പിനേഷനാണ്. പിന്നെ വേണ്ടിയത് കുറച്ച് കുരുമുളകാണ് വേണ്ടിയത്. കുരുമുളക് ചതച്ചതല്ല, പൊടി തന്നെയാണ് വേണ്ടിയത്. അത് നമുക്ക് സ്റ്റഫിങ്ങിനും വേണം, അല്ലാതെ നമ്മൾ അതിൻ്റെ ഔട്ടർ കവറിങ്ങിനും വേണം. പിന്നെ വറുക്കാനായിട്ട് കുറച്ച് വെജിറ്റബിൾ ഓയിൽ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതെങ്ങനെ മിക്സ് ചെയ്യുന്നതെന്ന് നോക്കണം അല്ലേ. അതിനൊരു ബൗൾ എടുക്കട്ടെ. ഒരു ബൗൾ എടുത്തിട്ട് ഒന്നെങ്കിൽ നമ്മുടെ പൊട്ടാറ്റോ ഗ്രേറ്റ് ചെയ്തിടണം, അല്ലെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് പൊടിച്ചിട്ടേച്ചാൽ മതി. ഗ്രേറ്റ് ചെയ്താലുള്ള ഗുണം എന്നാണെന്നറിയാം, പണ്ട് അമ്മമാരെ പൊട്ടാറ്റോ ഇങ്ങനെ പൊടിക്കുകയല്ലേ, അന്നേരം ഇച്ചിരി അതിന് ലംസ് ഒക്കെ ഉണ്ടാവും. അതില്ലാതെ ഗ്രേറ്റ് ചെയ്യുവാണെങ്കിൽ അത്രയും ഉണ്ടാവുകയില്ല. അതാ വ്യത്യാസമുള്ളൂ. പിന്നെ ഈ നമ്മുടെ അമ്മമാരൊക്കെ ആണെങ്കിൽ നല്ല കൈപഴക്കം ചെന്ന് അമ്മമാരൊക്കെ ഈ ഉരുളക്കിഴങ്ങ് പൊടിക്കുവാണെങ്കിൽ ഇത് രസമായിട്ട് ചെയ്യുന്നത്. എന്നുവെച്ചാൽ ഈ പൊട്ടാറ്റോ ഗ്രേറ്റ് ചെയ്ത് നല്ലോണം ചെയ്യുന്നത് പറ്റുന്നുണ്ടെങ്കിൽ കൈകൊണ്ട് നല്ലതായിട്ട് പൊടിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തേച്ചാലും മതി. ഇനി ഇതിനകത്തോട്ട് പൊട്ടാറ്റോ ഇപ്പോൾ ഭയങ്കര പ്ലെയിൻ ആട്ടോ, ഇതിനകത്ത് നമ്മൾ ചേർത്തിട്ടില്ല. ഇനി ഇതിനകത്തോട്ട് കുറച്ച് മല്ലിയില, ഒരു ഫ്ലേവറിങ്, അത്രയും മാത്രമേ ഉള്ളൂ. പിന്നെ എന്നാന്ന് വെച്ചാൽ നമ്മൾ ഈ ചേർത്തേക്കുന്ന പൊട്ടാറ്റോയും മല്ലിയില എല്ലാം കൂടെ ഒന്ന് ബൈൻഡ് ആവണ്ടേ, അതിന് വേണ്ടിയിട്ട് മാത്രം കുറച്ച് കോൺഫ്ലവർ, ഒരു 2 ടീസ്പൂൺ ഇട്ടോ. തികഞ്ഞില്ല, നമ്മൾ കുഴയ്ക്കുമ്പോഴത്തേനും നമുക്ക് അറിയാൻ മേലേ അത് ഒത്തില്ല എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ചുകൂടെ കോൺഫ്ലവർ ഇട്ടോ. ഇപ്പം ഞാൻ ഈ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി എടുത്തേക്കുന്നത് അതിനകത്താണ് നമ്മൾ ഇനി ഇച്ചിരി ഉപ്പും കുറച്ച് കുരുമുളകും കൂടെ ഇട്ടേച്ച് നമ്മൾ കട്ട്ലേറ്റിനൊക്കെ കുഴയ്ക്കുന്ന കൂട്ട് കുഴയ്ക്കണം. ഉപ്പ് ഇച്ചിരി ഇട്ടേച്ചാൽ മതി. പിന്നെ ചേർക്കേണ്ടത് കുരുമുളകാണ്. ഈ കുരുമുളക് പൊടിക്ക് എന്നാന്നറിയോ, നമുക്ക് കുരുമുളകിൻ്റെ ഫ്ലേവറൊക്കെ ഇച്ചിരി കട്ട്ലേറ്റിന് മുന്നിട്ട് നിന്നാൽ ഇച്ചിരി സ്വാദ് കൂടും. അതുകൊണ്ട് ഇപ്പം ഞാൻ 3/4 ടീസ്പൂൺ ഇടാവേ. എന്നേച്ച് ഇതിനകത്തോട്ട് കുറച്ച് ബ്രെഡ് ക്രംസ്, അതായത് നമ്മുടെ ആ കോൺഫ്ലവർ ഇട്ടാൽ ഫുൾ ബൈൻഡ് ആവുകയില്ല, പക്ഷെ എന്നാലും ഇച്ചിരി ഒന്ന് ബൈൻഡ് ആവണ്ടേ, അതിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇങ്ങനെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുവേ. അതുകൊണ്ടാണ് നമ്മൾ ഇച്ചിരി ഒരു ബ്രെഡ് ക്രംസും കൂടി ഇടുവാണെങ്കിൽ ഇതിനകത്തുള്ള വാട്ടർ കണ്ടന്റ് മുഴുവനും നമ്മുടെ ബ്രെഡിൽ പിടിക്കും. അതുകൊണ്ട് ഒത്തിരി ഇടരുത്, കുറച്ച് ഒരു പിടിയൊക്കെ ഇട്ടേച്ചാൽ മതി. ഇനി നമുക്കിത് ഫുൾ കുഴയ്ക്കാം. ഉപ്പോ എരിവോ എന്നതേലും ഒക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്തോണം. ഉരുളക്കിഴങ്ങ് ശരിക്കും നമുക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. എന്നറിയോ, ഫ്രഞ്ച് ഫ്രൈസ് ഇഷ്ടപ്പെടാത്ത ആരല്ലേ എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ പറയാൻ കാര്യം വെച്ചാൽ എനിക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഒത്തിരി ഇഷ്ടമാണ്. പക്ഷെ ആ ഫ്രഞ്ച് ഫ്രൈസും പിന്നെ പൊട്ടാറ്റോ വെഡ്ജസ് ഇതിനൊക്കെ ഒത്തിരി നല്ല സ്വാദാണ്. ഇതിന് നല്ലൊരു കുഴച്ചൊരു എന്നാ പറയുന്ന ഒരു മാവൊക്കെ നമ്മൾ കുഴക്കുകയല്ലേ എന്ന് പറഞ്ഞാൽ കട്ട്ലേറ്റിൻ്റെ അത്രയും കട്ടി തന്നെ ഇനും വേണം. നമ്മൾ കുഴയ്ക്കും തോറും അത് ഇച്ചിരി വാട്ടർ കണ്ടന്റ് ആവും, ഉള്ളി ഇല്ല. കുഴച്ചിട്ട് അത് കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ. അന്നേരം എന്നാ പറ്റുന്നറിയോ, കുറച്ചുകൂടെ അതൊരു വാട്ടർ ആവും. അന്നേരം നമുക്ക് ഒന്നുകൂടെ കുഴച്ചേച്ച് വറുത്തെടുക്കാം. അതിന് വറുത്തെടുക്കണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് കുറച്ച് സ്റ്റഫിങ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിന് വലിയ പാടൊന്നുമില്ല. ഇതേപോലെ തന്നെ നമ്മുടെ ചീസ് ഗ്രേറ്റ് ചെയ്യുക. ചീസ് ഗ്രേറ്റ് ചെയ്ത് കുറച്ച് ഒറിഗാനോയും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് ഒന്ന് ഇളക്കാൻ ഒക്കത്തില്ല. കാര്യം എന്നാന്നോ,
ചീസ് അറിയാൻ മേല, അതിങ്ങനെ ഒട്ടിപ്പിടിക്കും. ഇത് ഗ്രേറ്റ് ചെയ്ത് ഒരു സ്പൂൺ ഇട്ട് വെച്ച് ഇങ്ങനെ ഒന്ന് ചുമ്മാ ചുറ്റി ചേച്ചാൽ മതി. പിന്നെ നമുക്കത് ഷേപ്പ് ചെയ്യാം. അതായത് നമുക്ക് നമ്മളിപ്പോൾ കുറച്ചല്ലേ കുഴച്ച് വെച്ചേക്കുന്നത്, അതിനകത്ത് 1 സ്പൂൺ സ്റ്റഫിങ്ങേ വരുന്നുള്ളൂ. അതനുസരിച്ച് നമുക്ക് ചീസ് ഗ്രേറ്റ് ചെയ്താൽ മതി. ഇതിപ്പോൾ ഞാൻ കുറച്ച് ചീസേ ഗ്രേറ്റ് ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത എത്ര ബോൾസ് നമുക്ക് ഇതിന് കിട്ടുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് ബാക്കിയും കൂടെ ഗ്രേറ്റ് ചെയ്യാം. ഇനി ഇതിനകത്തോട്ട് എന്നാ ചെയ്യണമെന്നറിയാവോ? ഇനി ഇതിനകത്തോട്ട് ഒരു ഒറിഗാനോ ഒത്തിരി കൂട്ടണ്ട, ഒരു പിഞ്ച് ഇട്ടേച്ചാൽ മതി. ആ ഒരു ഫ്ലേവർ നമുക്ക് വരണം, അത്രയും മാത്രം മതി. ഒരു 1/4 ടീസ്പൂൺ വെച്ചോ, അത്രയും മതി. അതിനകത്തോട്ട് ഒരു എന്നാ പറയുന്നത്, ഇത് ഇതിനകത്ത് ഇടുന്ന കുരുമുളക് ഒത്തിരി കൂടണ്ട, കുറച്ച് കൂടിയാൽ മതി. കുറച്ച് കൂടിയാൽ മതി എന്ന് പറഞ്ഞാൽ ഒരു 1/4 സ്പൂൺ കേട്ടോ. അത് ഒത്തിരി വേണ്ട, നമുക്കറിയാം ചീസിൻ്റെ ഒരു എത്ര നമ്മൾ ഗ്രേറ്റ് ചെയ്തേക്കുന്നത്, അതിന് വേണ്ടിയിട്ടുള്ള കുരുമുളക് മാത്രം ചേർത്താൽ മതി. തേങ്ങാപ്പീരയൊക്കെ നമ്മൾ ഇളക്കി വെക്കുന്ന കൂട്ടാ ചീസ് ഗ്രേറ്റ് ചെയ്ത് വെക്കുമ്പോഴത്തേന്. ഇനി എന്നാ ചെയ്യേണ്ടതെന്നറിയാവോ? നമ്മുടെ ആ കുഴച്ച് വെച്ചേക്കുന്നില്ലേ, അതിനെ ഒന്നുകൂടെ ഒന്ന് നമുക്ക് നല്ലതായിട്ട് കുഴച്ചേച്ച് അതിനെ കുഞ്ഞല്ല, നമുക്ക് എത്ര വലുപ്പമാണ് വേണ്ടിയെന്ന് വെച്ചാൽ ആ വലുപ്പത്തിന് അതിൻ്റെ ഓരോ ഉരുളകൾ എടുക്കുക. ഇതിനകത്തോട്ട് നമ്മുടെ സ്റ്റഫ് ഇത് ഒറ്റ പ്രശ്നം എന്നാണെന്നറിയാവോ? ഇത് ചിലപ്പോൾ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അന്നേരം എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഏതാ നമ്മുടെ കൈവാക്ക് ഒക്കുന്നേ അതനുസരിച്ച് നമ്മൾ ചെയ്തേച്ചാൽ മതി കേട്ടോ. ഇതേപോലെ നമുക്ക് ബാക്കി കംപ്ലീറ്റും ഒന്ന് നമുക്ക് സ്റ്റഫ് ചെയ്ത് എടുക്കാം. ഇത് ഫുള്ളും ഞാൻ എന്നാ പറയുന്നത് സ്റ്റഫ് ചെയ്തേച്ച് ഇതിനകത്ത് ഫുൾ തീർത്തു. നമ്മളേതാ നമ്മുടെ ചീസും അതുമെല്ലാം ഞാൻ തീർത്തിട്ടുണ്ട്. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എണ്ണ നല്ലതായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഇനി ഓരോന്നായിട്ട് ഇടണം. ഇതിനിടയിൽ നമുക്കൊരു കാര്യം കൂടെ ചെയ്യേണ്ടതെന്നറിയാം. ഞാൻ നേരം കിട്ടിയപ്പോൾ ഇച്ചിരി അതായത് നമ്മുടെ കോൺഫ്ലവർ ഇല്ലേ നമ്മുടെ കയ്യിൽ, കോൺഫ്ലവർ ഇച്ചിരി ഒന്ന് കലക്കി വെച്ച് ബ്രെഡ് ക്രംസിൽ കോൺഫ്ലവറിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കി ഇടുന്നത് ആ സാധാരണ നമ്മൾ കട്ട്ലേറ്റിന് വെജ് ചെയ്യുന്നത്. ഇപ്പം എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ നമ്മുടെ കോൺഫ്ലവറിൽ മുക്കി വെച്ച് ബ്രെഡ് ക്രംസിൽ മുക്കി കോൺഫ്ലവറിൽ മുക്കുക. എന്നിട്ട് ബ്രെഡ് ക്രംസ് നല്ലതായിട്ട് കോട്ട് ചെയ്തേക്കണം. നമ്മൾ കട്ട്ലേറ്റിന് ചെയ്യുന്ന കൂട്ട് തന്നെയാണ്. പിന്നെ ഇത് വറുത്ത് മൊരിഞ്ഞൊക്കെ വരുമ്പോഴത്തേക്ക് ആ ചീസ് നമ്മൾ പിസായിലൊക്കെ കണ്ടിട്ടില്ലേ, ഇങ്ങനെ സ്റ്റിക്കി ആയിട്ട് തന്നെ ഇരിക്കും. പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. ചീസൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ, ഇത് നമ്മൾ അവസാനം നമ്മൾ വറുത്തൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേനും പിള്ളേർ പറയും അമ്മ ഇത് കുറഞ്ഞു പോയോ, ഇത്രയേ ഉള്ളൂ എന്ന് ചോദിക്കും. അത്ര നല്ല ടേസ്റ്റ് ആട്ടോ. ഇനി നമുക്കിത് എണ്ണയിലോട്ടിടാം. നമ്മൾ കട്ട്ലേറ്റ് ആണെങ്കിലും ഏതൊരു ഫ്രൈ ഐറ്റംസ് ഏത് ചെയ്യുവാന്നേലും ഉണ്ടല്ലോ, നല്ലോണം എണ്ണ നമ്മുടെ പാനിൽ ഒഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ഫ്രൈ ചെയ്ത് വരുന്നതിൻ്റെ ഒരു എന്നാ പറയുന്ന ഒരു എടുപ്പില്ലേ, അതില്ലാതായി പോകും. പക്ഷെ നമ്മൾ വീട്ടിലാണെങ്കിൽ ഇത്ര എണ്ണയൊന്നും ഒഴിക്കുകയല്ല. കാര്യം എന്നാന്ന് വെച്ചാൽ ഒത്തിരി എണ്ണ പോവുകയല്ലേ, പിന്നെ അത് ഉപയോഗിക്കാനൊന്നും നോക്കിയല്ലോ. പിന്നെ അത് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ഉള്ള കുഴപ്പം എന്നാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഇച്ചിരി ഒന്ന് മൊരിയണമെങ്കിൽ ഒരു ക്രിസ്പി ആവണം എന്നുണ്ടെങ്കിൽ അത് ഇച്ചിരി നേരെ എണ്ണയിൽ കിടന്നൊന്ന് വേവണം എന്ന് പറഞ്ഞ് തീരെ അങ്ങ് സിമ്മാക്കല്, കുറച്ചൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി.
പിന്നെ ക്രിസ്പിനെസ് നിങ്ങൾക്ക് എത്ര മുരിഞ്ഞ് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ വറുത്ത് കോരുക. ശരിക്കും അതിൻ്റെ കറക്റ്റ് എന്നാന്ന് വെച്ചാൽ നമ്മൾ കട്ട്ലേറ്റിനൊക്കെ ബ്രൗൺ ആക്കി എടുക്കുകയല്ലേ എന്ന് പറഞ്ഞ കൂട്ട് ബ്രൗൺ ആക്കി എടുത്തേച്ചാൽ മതി. ഇപ്പോൾ വേണ്ട നമ്മുടെ കട്ട്ലേറ്റ് നമ്മളിട്ട് ചീസിൻ്റെ കട്ട്ലേറ്റ് ആണെന്നിൽ എനിക്ക് കണക്കിന് അത് മുരിഞ്ഞു കഴിഞ്ഞു, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇത് മൊത്തം ഒന്ന് വറുത്തെടുത്തോട്ടെ. വറുത്തെടുക്കുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ കൂട്ട് ഒരു ടിഷ്യൂ പേപ്പറിലൊക്കെ വെച്ച് എടുത്തേക്കുക. അപ്പോഴത്തേക്ക് അത്രയും എണ്ണയും കൂടി, ഇതിനകത്ത് ഒത്തിരി എണ്ണയൊന്നും പിടിക്കുകയില്ല, പക്ഷെ കുറച്ചുകൂടെ എണ്ണ ഡ്രെയിൻ ഔട്ട് ആവാൻ വേണ്ടി ടിഷ്യൂ പേപ്പറിലോട്ട് കോരിയാലും മതി. പിന്നെ നമ്മുടെ എന്നാ പറയുന്നത് കട്ട്ലേറ്റ്സ് ആണെങ്കിലും ഫ്രൈ ഐറ്റംസ് ആണെങ്കിലും നമ്മൾ ആദ്യം ഇട്ടത് വറുത്ത് കോരുമ്പോഴത്തേനും ഉണ്ടല്ലോ നമ്മുടെ എണ്ണയുടെ ചൂട് ഇച്ചിരി ഒന്ന് കുറയുവേ. അന്നേരം പിന്നെ ഉടൻ തന്നെ അടുത്ത് ഇടരുത്, ഒരു 5 minutes അതിന് കൊടുത്തതിന് ശേഷം നമ്മൾ എണ്ണയ്ക്ക് കൊടുക്കണം, എന്നുവെച്ചാൽ പിന്നെ ഇട്ടേച്ചാൽ മതി.